എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. വേദിയിലേക്ക് വിളിച്ചപ്പോൾ രാജേഷ് പറഞ്ഞു വടക്കൻ സെൽഫിയിൽ അഭിനയിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാട്ടാ തോന്നുന്നു ഞാനെന്തോ തെറ്റ് ചെയ്തിട്ട് അതിൽ അഭിനയിക്കാത്തതെന്ന്. വളരെ സന്തോഷം ഈ വിജയാഘോഷങ്ങളിൽ എന്നെ വിളിച്ചതിന്. കാരണം ഒരു 3 ദിവസം മുമ്പ് മൊബൈലിൽ കുറച്ച് കഴിഞ്ഞ് എടുത്തു നോക്കിയപ്പോൾ മനോജ് പൂങ്കുന്നത്തിന്റെ ഒരു 25 മിസ്ഡ് കോളും വിനോദ് ഷൊർണൂരിന്റെ ഒരു 15 മിസ്ഡ് കോളും കണ്ടു. അപ്പൊ തന്നെ ഞാൻ മനസ്സിൽ കരുതി ബാഹുബലി പോലെ ഏതൊരു വലിയ ചിത്രം മലയാളത്തിൽ ഒരുങ്ങുകയാണ്, അതിലേതോ നല്ല വേഷത്തിൽ എന്നെ വിളിക്കാൻ വേണ്ടിയാണ്, അല്ലെ ഇത്രയും വിളിക്കില്ലല്ലോ എന്ന് ഞാൻ കരുതി. ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ വിനോദ് ഷൊർണൂർ പറഞ്ഞു, പിഷാരടി 4-ാം തീയതി ഒഴിവാണെങ്കിൽ വരണം, ഫ്രീ ആയിട്ടൊരു പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞു. ഇത് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇത് ഏറ്റില്ലെങ്കിലും കൂവാനും കളിയാക്കാനുമുള്ള അധികാരം ആർക്കും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം വളരെ സന്തോഷം, വിജയം എപ്പോഴും രസമുള്ള ഒന്നാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളം വിജയത്തിന്റെ ഒരു വലിയ ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേർക്കെല്ലാം ഫ്രീ ആയിട്ട് A+ കിട്ടി, അവര് വിജയിച്ചു, അവര് വളരെ സന്തോഷത്തിലാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ അരുവിക്ക് അവിടെ ഇലക്ഷൻ വളരെ നന്നായിട്ട് വിജയിച്ചു, ശബരിനാഥ് വിജയിച്ചു, അവര് അവിടെ ആഘോഷിക്കുകയാണ്. തെക്കൻ കേരളത്തിൽ ഇലക്ഷൻ ജയിച്ചതിന്റെ ആഘോഷം, വടക്കൻ കേരളത്തിന്റെ കഥ പറഞ്ഞ സിനിമയുടെ വിജയാഘോഷം മധ്യ കേരളത്തിൽ നടക്കുകയാണ്. അതിൽ എന്നെ കൂടെ വിളിച്ചതിൽ ഇതിന്റെ എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരും ഇതിന്റെ സമസ്ത മേഖലയിലും പ്രവർത്തിക്കുന്നവർ എന്റെ സുഹൃത്തുക്കളാണ്. അപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇതുപോലൊരു വേദിയിൽ ഇതുപോലൊരു പരിപാടി? അപ്പൊ ഈ കൊടുക്കുന്നവർക്കും കിട്ടുന്നവർക്കും അല്ലാതെ വന്നവർക്ക് എന്തെങ്കിലും വേണ്ടേ എന്നാണ് ഈ പരിപാടിയെ കുറിച്ച് പറഞ്ഞത്. ശരിക്കും നീരവ് മാധവന്റെ ഡാൻസ് ആയിരുന്നു ഇവിടെ ഇട്ടിരുന്നത്. അവൻ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ ഡാൻസ് കുറച്ച് ബാക്കിലേക്ക് ആക്കിക്കൊണ്ട് എന്നെ ഈ സമയത്ത് കയറ്റിയതാണ് എന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അപ്പൊ വിജയത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞതുകൊണ്ട് 3 തരത്തിലാണ് സെലിബ്രിറ്റികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഒന്ന് സ്പോർട്സ്, മറ്റൊന്ന് സിനിമ, ഒന്ന് രാഷ്ട്രീയം. ഈ 3 മേഖലയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികൾ നമുക്ക് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ വിജയാശംസയിൽ വളരെ ഇനി ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കാം. ഇതിലെ ഗാനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴിറങ്ങുന്ന ഗാനങ്ങൾ പലതും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പാടാൻ വളരെ അനുകൂലമായ ഗാനങ്ങളാണ്. അതുകൊണ്ട് ഇതിലെ ഗാനങ്ങൾ, ഈ ചിത്രത്തിലെ ഗാനങ്ങൾ അവർ പാടിയാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിച്ചു തരാം. ഒപ്പം ഒരാളെ ശബ്ദത്തിലൂടെ ലാൽജോ സാർ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇവിടെ എത്താൻ ചിലപ്പോൾ ഇത്തിരി സാധ്യത കുറവുണ്ട്, അതുകൊണ്ട് ശബ്ദം കൊണ്ട് അദ്ദേഹത്തെ ഇവിടെ നിന്ന് എത്തിക്കുക എന്ന് പറഞ്ഞു. ലാൽജോ സാറിന് ശബ്ദം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം. അദ്ദേഹം ഇപ്പൊ സിനിമാ പ്രവർത്തകരായതുകൊണ്ട് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും കാണുന്ന ഒന്നാണ് ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് വരുന്ന പരസ്യം. അത് വളരെ കട്ടിയുള്ള ശബ്ദത്തിൽ വ്യക്തവും സ്ഫുടവുമായി പറഞ്ഞ ഒരു പരസ്യമാണ്. ഇത് തന്നെ ലാൽജോ സാർ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം അതെങ്ങനെ പറയുമായിരുന്നു എന്നുള്ളത് ആദ്യം കേൾപ്പിച്ചു തരാം. അപ്പോ കയ്യടി സൂക്ഷിച്ചു വെച്ച് അടുത്ത സിനിമയുടെ 100ാം വിജയാഘോഷത്തിന് അടിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി തന്നാൽ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ലാൽജോ സാറ് ശ്വാസകോശത്തിന്റെ പരസ്യം പറയുന്നത് എങ്ങനെയാണെന്ന് കേൾപ്പിച്ചു തരാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരു ശരാശരി പകവലിക്കാറുണ്ട്. കരളിൽ അടിഞ്ഞു കൂടുന്ന കറ പുറത്തെടുത്താൽ ഏകദേശം എത്രത്തോളം ഉണ്ടാവും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി, വലിയ രോഗി. ഇത്രയ്ക്ക് പറയുന്നുള്ളൂ. ഇത് കഴിഞ്ഞാല് ഇതിന്റെ ഗാനങ്ങള് പലതും ഹിറ്റായി. ശ്രീ ശബ്ദം ഗാംഭീര്യത്തെ കുറിച്ചും വ്യക്തമായ സംസാരത്തെ കുറിച്ചും പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഇതിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരാള് ശ്രീ AK ആന്റണി സാറാണ്. AK ആന്റണി സാറ് ഇതിലൊരു ഗാനം പാടിയിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെ പാടുമായിരുന്നു എന്ന് കേൾപ്പിച്ചാലും അദ്ദേഹം വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പാടിയനെ. ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ട് അവിടെ ചെന്നിട്ട് കുറച്ച് ഹിന്ദി മന്ത്രിമാരോടൊക്കെ സംസാരിക്കേണ്ടി വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷും കയറിയിട്ടുണ്ട്. അപ്പൊ അതും കേൾപ്പിച്ചു തരാം. ഒരു ഗാനവും കേൾക്കാം. ശ്രീ AK ആന്റണി സാർ വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു. വൈക്കം വിജയലക്ഷ്മിയുടെ കൈക്കൂട്ട് കാണാനില്ല. ഈ ഗാനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുന്നത്.
നിവിൻ പോളിയുടെ തന്നെ പ്രേമം, ഈ പണ്ട് ഫിൽട്ടർ കാപ്പിയുടെ തനതായ രുചി എന്നൊക്കെ പറയുന്നവർ ഇപ്പൊ സെൻസർ കോപ്പിയുടെ തനതായ രുചിയുമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോ പ്രേമത്തിലെ ഗാനം പ്രതിപക്ഷ നേതാവ് പാടിയിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പാടുമായിരുന്നു. അരുവിക്കര ഇലക്ഷൻ സമയത്ത് എല്ലാരുമുള്ളൊരു നേരത്ത് പ്രചരണം തലയിൽ വെച്ചു എന്റെ സ്വന്തം പാർട്ടിക്കാർ. ഒന്നെങ്കിൽ ഇടത് അല്ലെങ്കിൽ വലത്. ഇതിനെ ഇപ്പോൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഇനി മുഖ്യമന്ത്രി എത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ഇവരോട് എല്ലാം കൂടെ അടച്ച് ഇങ്ങനെ അദ്ദേഹം പാടിയനെ. കാരണം ഇപ്പോ ഞാൻ 10ാം ക്ലാസ്സുകാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല തിരക്കഥ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അച്ചടിക്കാത്ത പുസ്തകം പോലെയൊന്നുമല്ല, നല്ല തിരക്കഥ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൂടി മുഖ്യമന്ത്രി വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പാട്ട് ഇതേ സിനിമയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഈ പത്രസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഒരു രസമുണ്ട്. ചിന്തിക്കുന്നൊക്കെ നമുക്ക് കറക്റ്റ് മുഖത്ത് നോക്കിയാൽ മനസ്സിലാക്കും. ഇത്രയും പത്രപ്രവർത്തകർ ഇവിടെ ഇരിക്കുകയാണ്, ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ അദ്ദേഹം വർത്തമാനത്തിനിടയിൽ ഇങ്ങനെ പറയും, ഗവൺമെന്റ് പറയുന്ന സിനിമകളുടെ വ്യാജ CD ഇറങ്ങുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തോ അതിനെ കുറിച്ച് പഠിക്കാതെ പറയാൻ പറ്റില്ല. അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അത് പഠിച്ച ശേഷം പ്രതികരിക്കുന്നതായിരിക്കും. ഏതായാലും ചിത്രത്തിലെ മറ്റൊരു ഗാനം ഞാൻ ആലപിക്കുക. എന്നെ തല്ലേണ്ട ജീവിതം ഒരു മരണമായി ഞാനതിൽ കൊലമാസ്. നന്ദി, നമസ്കാരം. അപ്പൊ ഇനി ദീർഘിപ്പിക്കുന്നില്ല. സമയത്തിന്റെ സ്വർണത്തിന്റെ വിലയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാനും അറിയാം. എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നു. തുടർന്ന് എടുക്കുന്ന ചിത്രങ്ങൾക്കും ഹൃദയപൂർവ്വം വിജയാശംസകൾ നേരുന്നു. ഇവിടെ കാണാം നീരജ് മാധവന്റെ ഡാൻസ് അല്പസമയത്തിനുണ്ടാകും. പരിശീലിക്കാൻ സമയം കിട്ടിയില്ല, പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡാൻസ് കളിക്കേണ്ടി വന്നത് എന്ന് പറയണം എന്ന് ആങ്കേഴ്സിനോട് പറയുന്നത് ഞാൻ കേട്ടു. 2 ദിവസം റിഹേഴ്സൽ ചെയ്തതാണ്. നന്ദി, നമസ്കാരം.